എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് മക്കളെ. ഇപ്രാവശ്യം കമ്മിറ്റിക്കാർക്കിട്ടാണ് പണി കൊടുത്തേക്കുന്നത്. കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞാൽ കുപ്പി വെള്ളം നിറയ്ക്കുന്ന ഗെയിം കൊടുത്ത പണി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കമ്മിറ്റിക്കാരായാലും ആർക്കായാലും പണി കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ബിഗ് ബോസ് മലയാളം 7 തുടങ്ങാനായിട്ട്. അപ്പം ലാലേട്ടൻ്റെ പ്രമോ വന്നു. അടിപൊളി പ്രേമയാണ്. ഇനി അടുത്ത ഒരു പ്രേമോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നാളെ രാവിലെ, ഞായറാഴ്ച രാവിലെ വീടിൻ്റെയും കാര്യങ്ങളെയൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണും ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ ഇന്ന് അറിഞ്ഞത് വീടിൻ്റെയൊക്കെ ഷൂട്ടിങ് കാണുമെന്നാണ് പറഞ്ഞത്. രാവിലെ ഇന്നൊരു തിരുവനന്തപുരത്തൊരു ഒരു പ്രോഗ്രാമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഷൂട്ട് കാണുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം ലാലേട്ടൻ്റെ പ്രമോ വന്നു. ഇനി ഒരു ദിവസമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറേ സാധാരണ നമ്മൾ എന്നായിരുന്നു തുടങ്ങുന്നത്? ഏപ്രിൽ ആ സമയത്തൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ തന്നെ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് മലയാളം തുടങ്ങുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തവരും ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ബിഗ് ബോസ് തുടങ്ങുമ്പോൾ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീനെങ്കിലും കാണാതിരിക്കത്തില്ല. എന്താ വെച്ചാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അടിപൊളിയായിട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇത്രയും നാളത്തെ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് കമൻറ്റൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കൊള്ളത്തില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം അടിച്ചു പൊളിക്കട്ടെ. പക്ഷേ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് വളരെ പ്രയാസമുള്ളൊരു സീസണായിരിക്കും. കാരണം ഇവരുടെ പുതിയ തീരുമാനങ്ങൾ, പല കാര്യങ്ങളും അവിടെ നടക്കത്തില്ല എന്നുള്ള തീരുമാനങ്ങൾ, അതൊരു വെല്ലുവിളിയാണ് കണ്ടസ്റ്റൻസിന്. കാരണം ഇതുവരെ എല്ലാം നടന്നുകൊണ്ടിരുന്ന കാര്യം സഡൻലി സ്റ്റോപ്പ് ചെയ്ത് എന്ത് ചെയ്യും? പല ആൾക്കാരും ഗെയിം പ്ലാൻ ചെയ്ത് ക്ലിയർ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഗെയിം എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇനി കമ്മിറ്റിക്ക് ഇതൊന്നും നടക്കുന്നില്ല. ഈ പറഞ്ഞ പ്രൊമോയിലൊക്കെ പറഞ്ഞതിൻ്റെ അത് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവരെന്ത് കളിക്കണമെന്ന് അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് വ്യക്തമായിട്ട് പ്ലാൻ കാണും ബിഗ് ബോസിന്. അതനുസരിച്ചാണ് ഈ പ്രമോ വരുന്നത്. ചുമ്മാ ഒരു പ്രമോ എടുത്തിട്ട് ജനങ്ങളെ ഒരിക്കലും പറ്റിക്കത്തില്ല. പക്ഷേ ഇതൊക്കെ വരും. പക്ഷേ ഇതൊക്കെ നടക്കും. എന്നാലേ ബിഗ് ബോസ് ഉള്ളൂ. ഈ നോണയും കൊതിയും അടി ബഹളമൊക്കെ നടക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സേഫ് ഗെയിമേഴ്സ് മാത്രം കാണരുത്. അല്ലാതെ വേറെന്ത് വന്നാലും കുഴപ്പമില്ല. സേഫായിട്ട് ഗെയിം കളിക്കുന്നവരെ പിടിച്ച് പുറത്താക്കണം. വാഴ പോലെ ഇരുന്നിട്ട് മോഹൻലാലൊക്കെ പറഞ്ഞിട്ട് സേഫ് ഗെയിംസും വാഴകൾ ഇവരെ മാത്രം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഗെയിം കളിക്കുക. അത് പറഞ്ഞ പോലെ ഗെയിം കളിക്കാത്തിട്ട് അന്നേരം തട്ടി പോയിട്ട് അത് ഒരു ഘട്ടം വരുമ്പോൾ ഫുള്ള് നോമിനേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക. ഇടയ്ക്ക് കാണാൻ മാത്രം ഫസ്റ്റിലൊക്കെ അവർക്ക് കൊടുത്തിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഫുള്ളും ഓഡിയൻസിന് കൊടുക്കുക. ആരെ വോട്ട് ചെയ്യണം. എന്നാലും കുറേ ഒരു പ്രേമ നാടകം കളിച്ച് അങ്ങനെ നടിച്ച് ഇങ്ങനെ നടിച്ച് കുറേ ആൾക്കാർ കാണും. അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കാണും. സേഫ് ഗെയിമേഴ്സ്, പ്രേമ നാടകത്തിൻ്റെ കാര്യം പറയുന്നത്, പ്രേമം, ലവ് ട്രാക്ക്, സേഫ് ഗെയിമേഴ്സ്, വാഴകൾ ഇവരെല്ലാം പുറത്താക്കിയിട്ട് ഗെയിം കളിക്കാൻ സൂപ്പറായിരിക്കും. എന്തായാലും ലാലേട്ടൻ്റെ ഈ ലാസ്റ്റ് പ്രൊമോ എന്ന് വെച്ചാൽ 1 ഡേ, അതായത് ഇത്രയും ദിവസത്തെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ആ 1 ഡേയിലെ പ്രൊമോഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വളരെ ചെറുത് ഒരു 2 സെക്കൻഡിൽ തീരുന്ന പ്രൊമോയായിരുന്നു വാഴകൾ. ഇനിയിപ്പോൾ നാളെ എനിക്കറിയത്തില്ല ഇടയ്ക്ക് എന്തെങ്കിലും കാണുമെന്ന്. ഇന്ന് ഷൂട്ട് തുടങ്ങുമെന്നൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഷൂട്ട് തുടങ്ങും. അപ്പം നാളെ കണ്ടസ്റ്റൻസിനെ വിളിച്ചുള്ള ഷൂട്ട് നാളെ ആയിരിക്കും തുടങ്ങുക. എന്തായാലും നാളെ വൈകിട്ട് തൊട്ട് നമുക്ക് ബിഗ് ബോസ് കാണാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അതിൻ്റെ ഇടയിൽ ഞാനിപ്പം എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിനെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് തുടങ്ങട്ടെ, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഇപ്രാവശ്യം നല്ല അർഹതപ്പെട്ട ഒരാൾ വിന്നറാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കോമേഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. കോമേഴ്സിൻ്റെ പേര് അനീഷ് എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പേര് കൺഫേം അല്ല, ഞാനിങ്ങനെ ഒരു ചാനലിൽ പറയുന്നത് കേട്ടാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അപ്പം നാളെ തൊട്ട് നമുക്ക് ബിഗ് ബോസ് കാണാം. ഓക്കെ, ഇനി ഒരു ദിവസമേ ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.